ലേക്കുള്ള ഒരു സഫർ ദിവസം 7. ബഹീറ റാഹിബ് ഒരു ബാലനിൽ ഭാവിയിലെ പ്രവാചകന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകദേശം 12 വയസ്സുള്ളപ്പോൾ അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടത്തോടൊപ്പം ഷാമിലേക്ക് ഒരു വ്യാപാര യാത്രയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ പോയി. അവരുടെ യാത്രാമധ്യേ ഒരു സന്യാസിയുടെ ആശ്രമത്തിന് സമീപം അവർ തമ്പടിച്ചു. അയാൾ ബഹീറ റാഹിബ് എന്നറിയപ്പെട്ടിരുന്ന ഒരു വലിയ സന്യാസിയായിരുന്നു. അവരുടെ യാത്രാസംഘം മുമ്പും ആ വഴിയിലൂടെ കടന്നു പോയിരുന്നു. പക്ഷേ അന്ന് ബഹീറ റാഹിബ് പുറത്തേക്ക് വന്ന് യാത്രാസംഘത്തിലെ ഓരോരുത്തരെയും ശ്രദ്ധിച്ചുകൊണ്ട് അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദാ സയ്യിദുൽ ആലമീൻ, ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ. ഇവിടുന്നാണ് ലോകങ്ങളുടെ നേതാവ്, ഇവിടുന്നാണ് ലോകങ്ങളുടെ രക്ഷിതാവിൻ്റെ റസൂല്. അവിടെ ഉണ്ടായിരുന്നവർ അത്ഭുതപ്പെട്ടു. നിനക്കിതെങ്ങനെ അറിയാം? ബഹീറ റാഹിബ് പറഞ്ഞു, മാ ബഖിയ ഹജറൻ വലാ ഷജറൻ ഇല്ലാ ഖറ സാജിദ. നിങ്ങൾ ഈ വഴിയിലൂടെ വന്നപ്പോൾ ഒരു കല്ലോ മരമോ പോലും അവശേഷിച്ചില്ല, എല്ലാം സാഷ്ടാംഗം വീണിട്ടുണ്ട്. അത് പ്രവാചകനല്ലാതെ മറ്റാർക്കും അവ അങ്ങനെ ചെയ്യുകയില്ല. പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലെ മുദ്രത്തുൻ നുബുവത്ത് അഥവാ പ്രവാചകത്തിന്റെ മുദ്ര തിരിച്ചറിഞ്ഞതായി റിവായത്തുകളിൽ പറയുന്നു. അപ്പോൾ ബഹീറ റാഹിബ് അബൂ താലിബിനോട് പറഞ്ഞു, ഈ ബാലനെ ഷാമിലേക്ക് കൊണ്ടുപോകരുത്. റോമക്കാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞാൽ അപകടം സംഭവിച്ചേക്കാം. അങ്ങനെ അബൂ താലിബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്ക് തിരിച്ചയച്ചു. ഇതിനെ അവലംബിച്ചത് ജാമിഉ തിർമിദിയുടെ ഹദീസ് 3620. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഇതിനെ ഹസൻ ഗരീബായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ വിശദമായ സീറ വിവരണങ്ങൾ ഇബ്നു ഹിഷാമിന്റെ സീറയിലും മറ്റു സീറ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ബഹീറ റാഹിബിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രവാചകനായി തിരിച്ചറിഞ്ഞു എന്ന് പറയുന്ന എല്ലാ വിശദാംശങ്ങളും ഒരേ ശക്തിയുള്ള റിവായത്തുകളല്ല. അതിനാൽ തെളിവുള്ളത് തെളിവുള്ളതായി പറയണം, തെളിവില്ലാത്തത് തെളിവില്ലാത്തതായി പറയണം, ചർച്ചയുള്ളത് ചർച്ചയുള്ളതായി പറയണം. ഇന്നത്തെ പാഠം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം, മുത്തുനബിയുടെ പ്രവാചകത്വം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത ഒരു സന്യാസിയുടെ തിരിച്ചറിവ് ആശ്രയിച്ചല്ല. അള്ളാഹുവിൻ്റെ വഹി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് മുമ്പ് തന്നെ അള്ളാഹു നൽകിയ അടയാളങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സത്യം തിരിച്ചറിയാൻ കണ്ണുകൾ മാത്രം പോരാ, സത്യം സ്വീകരിക്കാൻ ശുദ്ധമായ ഹൃദയം കൂടി വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് കൊണ്ടുവന്ന സത്യം സ്വീകരിക്കാനും നമ്മുടെ ജീവിതം മാറ്റാനും നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ മക്കയിലെ അനീതിക്കെതിരെ ചിലർ ഒന്നിച്ചു നിന്ന ഒരു ചരിത്ര സംഭവം, ഹിൽഫുൽ ഫുദൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത നീതിയുടെ ഉടമ്പടി എന്ന ചരിത്ര കഥ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂചിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.